ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമൗണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നതേ കുറുമ്പത്തിരിലാണ്ടാ. കുറുമ്പത്തിരി എന്ന് പറയുമ്പോൾ എറണാകുളം ഡിസ്ട്രിക്ട് തന്നെയാണ്. പുത്തമ്പേക്കര പഞ്ചായത്തിൽ നമ്മുടെ കുറുമ്പത്തിരി എന്ന് പറയും. കുറുമ്പത്തിരി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വികാരം ഉണ്ടാ. നമ്മൾ ജനിച്ചു വളർന്ന നാടാണ്. നമ്മുടെ ചൈൽഡ്ഹുഡൊക്കെ കൂടിയാണ് നമ്മൾ കഴിഞ്ഞു പോയത്. സ്വന്തം നാട് തന്നെയാണ്. അപ്പൊ ഇത് നമ്മുടെ കുറുമ്പത്തിരി പള്ളിയുടെ കിഴക്ക് ഭാഗമായിട്ട് വരും. കിഴക്ക് ഭാഗത്താണ് നമ്മുടെ ഈ ഒരു സൈറ്റ്. നമ്മൾ വന്നേക്കുന്നത് വെസൽ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് വേറെ നമ്മുടെ ജിനോചാറിന്റെ വീട്ടിലാണ്. അപ്പൊ ജിനോചാറിന്റെ വീട് ഇല്ല, ആള് മംഗലാപുരത്താണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്ന് ഇതൊന്ന് തീർത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് ഉള്ള റിക്വയർമെന്റ് ആണ്. അതായത് നമ്മൾ പെട്ടെന്ന് വന്നേക്കാൻ്റെ കേസ് കാരണം വേറെ ഒന്നുമില്ല, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇവിടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ തിരക്കുമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ വന്നിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ അയണാണ്. അപ്പൊ ഞാൻ നിങ്ങളെ വഴി കാണിച്ചു തരാം. നമ്മുടെ കിണറിന്റെ അവസ്ഥയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അയണിന് നമുക്ക് ഇതിനകത്ത് മാറ്റണം, അതാണ് മെയിൻ നമ്മുടെ ടാസ്ക്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് അയൺ റിമൂവർ മീഡിയ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മൾട്ടിമീഡിയ നമ്മൾ ചെയ്തത് 1354 വെസലാണ്, ടാറ്റയുടെ വെസൽ, അതുപോലെ തന്നെ ഭാരത് കപ്ലറിന്റെ ഇരിക്കുള്ള MPV. അപ്പോൾ ഇതൊക്കെ ഇട്ട് ചെയ്യുന്ന നമ്മളുടെ ഒരു വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന കേസാണ്, നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ വെല്ലൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നേരെ നമുക്ക് വെല്ലിൻ്റെ അടുത്തേക്ക് പോകാം. ഭയം വെല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പൺ വെല്ലാണ്. ഓപ്പൺ വെല്ലാണ്. അപ്പോൾ വെല്ലിൻ്റെ അവസ്ഥ നിങ്ങൾ കാണിച്ചു തരാം. വെള്ളം എന്ന് പറയുമ്പോൾ ഇച്ചിരി മോശമുണ്ട് വെള്ളം, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. നമ്മൾ വെള്ളത്തിൻ്റെ സാമ്പിൾ എടുക്കാൻ നേരത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം അയൺ ഉണ്ടായിരുന്നു. അടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു യെല്ലോയിഷ് കളറാണ് വെള്ളത്തിന്. അപ്പോൾ ഈ ഒരു വെള്ളത്തിനാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇതിനടുത്തായിട്ട് വരും. അതുകൊണ്ട് ഓവർ ഹെഡ് ടാങ്ക് ഇരിക്കുന്നത് തൊട്ട് മേലെയാണ്. അപ്പോൾ ഇതിന് താഴെയായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഗ്രാവിറ്റിയിലാണ് നമ്മൾ ചെയ്യണത്. ടാങ്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഇറങ്ങി വരുന്ന ലൈനിലാണ് നമ്മൾ കൊടുക്കുന്നത്, ഗ്രാവിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലുള്ള സെയിം ഗ്രാവിറ്റി ഫിൽട്രേഷൻ സിസ്റ്റം. ഇതിന്റെ വിശേഷമായിട്ടുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബയോ നമ്മുടെ വെള്ളം ഇപ്പോൾ ടാപ്പിൽ കൂടി വരുന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ. അതായത് നമ്മുടെ കിണറ്റിൽ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു കളർ തന്നെയാണ് ടാപ്പിലും വരുന്നത്. ഇത്ര കഴിക്കുന്നുണ്ട്. ഇതിനെയാണ് നമുക്ക് സ്കോഷല്ല കേട്ടോ, നമ്മുടെ വെള്ളം തന്നെയാണ് വാട്ടർ. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ക്ലിയർ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മീഡിയാസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ മീഡിയയും നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയൺ റിമൂവർ നമ്മുടെ കാറ്റലോഗ്സ് ഉണ്ട്, MN0 ഉണ്ട്, കാർബൺ ഉണ്ട്, ബാക്കി സപ്പോർട്ടിങ് മീഡിയാസ് എല്ലാം ഉണ്ട്.
അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വെസൽ ഫിൽട്രേഷൻ്റെ മീഡിയ ഫില്ലിങ്ങും പ്ലംബിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇനി ബാക്ക് വാഷ് ചെയ്യാന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ ബാക്ക് വാഷ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്രാവിറ്റി ബാക്ക് വാഷ് ചെയ്തതിന് ശേഷം എല്ലാം ചാർജ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സാമ്പിളൊക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് ബാക്ക് വാഷിലേക്ക് ബാ. കൂട്ടുകാരെ നമ്മുടെ ബാക്ക് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചാർജ് ചെയ്ത് വന്നപ്പോൾ കൂടി നമ്മുടെ വെള്ളം തീർന്നു പോയി. അതുപോലെ നമ്മുടെ കിണറ്റിലാണെങ്കിലും വെള്ളമില്ല. ഇനിയിപ്പോൾ വെള്ളം ടാങ്കിലേക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി റിസൾട്ടൊക്കെ നല്ല കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ റോ വാട്ടറിന്റെ ക്വാളിറ്റി ആണെങ്കിൽ ഇതാണ് നമ്മുടെ റോ വാട്ടറിന്റെ ക്വാളിറ്റി. അപ്പോൾ ആദ്യം ഞാൻ എടുത്തു വെച്ചതാണ്. ആദ്യമേ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റോ വാട്ടർ വെല്ലും അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെള്ളമാണ് റോ വാട്ടറിന്റെ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഞാൻ ക്വാളിറ്റി കാണിച്ചു തരാം. കൂട്ടുകാരെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെസലൊക്കെ ബാക്ക് വാഷ് ഒക്കെ ചെയ്തു. നമ്മൾ ലൈനിങ് ചാർജ് ചെയ്തു. അപ്പോൾ വെള്ളമാണെങ്കിൽ ഇല്ല. അപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ കാരണം ഇനി വേസ്റ്റ് ആക്കുന്നില്ല വെള്ളം. അപ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഇതാണ് കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നേരത്തെ വെള്ളത്തിന്റെ സാമ്പിൾ നമ്മളെ കാണിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തത ഒന്നാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കസ്റ്റമറുടെ സൈഡിൽ നിന്നുള്ള റിവ്യൂ എടുക്കാനായിട്ട് നിർവാഹമില്ല. കാരണം ആള് ഇത്തിരി തിരക്കിലാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു 2 ദിവസം ഇവിടെ ഹൗസ് വാമിംഗ് ആണുള്ളത്. അപ്പോൾ ആളിപ്പോൾ ഇവിടെ ഇല്ല നിലവിൽ. ആളിപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഇതാണ്. പിന്നെ വെള്ളം ഈ പറഞ്ഞ തന്നെ വെള്ളം ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ടാങ്കിലേക്ക് അടിച്ചു കയറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വീഡിയോയിലൂടെ വർക്ക് ഇഷ്ടപ്പെടുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.